ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പോൾ നമ്മൾ കൊച്ചു ടൈമിൽ ലൈഫായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. കുറേ ഡേയ്സ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ. ഓരോ പ്രശ്നങ്ങൾ ഓരോ കാരണം കൊണ്ട് ഇടാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ കുറച്ച് ഡേയ്സ് ഫോണിൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ ആയതുകൊണ്ട് വീഡിയോസ് ഷോർട്സ് ലൈവ് ഒന്നും ഇടാൻ പറ്റിയില്ല. പിന്നെ അമ്മയ്ക്ക് വയ്യാത്തത് അതൊക്കെ ആയതുകൊണ്ട് ഇടാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതാ വീഡിയോ ഇട്ടുകൊണ്ട് ഇന്നാണ് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടോ. വീഡിയോ എടുത്തിട്ട് അതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണമെന്നൊക്കെ ഉണ്ട് കേട്ടോ. അമ്മയ്ക്ക് വയ്യാലോ. അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് വയ്യാതാവും. പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം. പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം ഞാൻ തനിച്ച് ചെയ്യുന്നതുകൊണ്ട് സപ്പോർട്ടിന് ആരുമില്ല. തനിച്ച് ചെയ്യുന്നതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാനൊക്കെ ഭയങ്കര വീഡിയോസ് എടുക്കാൻ അത് എഡിറ്റ് ചെയ്യണം, വോയിസ് അറിയിട്ടൊന്നും പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ഇട്ടു കേട്ടോ. അപ്പോൾ കൊച്ചു ടൈം ലൈഫാണ് കേട്ടോ. മൗസിന് സ്കൂളെല്ലാം അടിച്ചു കേട്ടോ. സ്കൂളിൽ അടിച്ചില്ല, എക്സാം എല്ലാം ആയിട്ട് 6 എക്സാമൊക്കെ ഇങ്ങനെ കഴിഞ്ഞു. ഇനി 2 എക്സാം കൂടി ഇങ്ങുണ്ട്. അപ്പോൾ രാവിലെ ഇന്ന് നേരത്തെ എണീച്ചിട്ട് 5:30 ആകുമ്പോൾ എണീച്ചു. എക്സാമുള്ള ദിവസമായതുകൊണ്ട് 5:30 ആകുമ്പോൾ എണീറ്റ് കേട്ടോ. അപ്പോൾ എണീറ്റ് ചായയൊക്കെ മേടിച്ച് പാൽ അച്ഛൻ മേടിച്ചുകൊണ്ട് വന്നു. ഇല്ലെങ്കിൽ ഞങ്ങളെ പാല് മേടിക്കുന്നത് റോഡ് പണിയായതുകൊണ്ട് പാലക്കാരൻ വരാതായി. അതിനുശേഷം അച്ഛനെ പാല് മേടിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ അതുകൊണ്ട് 5:30 പാല് മേടിക്കാൻ എണീക്കേണ്ട. എന്നാൽ ഇന്ന് ക്ലാസ് സ്കൂളിലുള്ളതുകൊണ്ട് ഫുഡെല്ലാം ഉണ്ടാക്കുന്നതുകൊണ്ട് നേരത്തെ എണീറ്റിട്ടോ. എണീറ്റ് ചായ ഉണ്ടാക്കി, വീട് അടിച്ചെല്ലാം വിട്ട് ചായ ഉണ്ടാക്കി. വാവൂസ് എണീറ്റിട്ടില്ല. വാവൂസ് എണീക്കുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ ചായയൊക്കെ റെഡിയാക്കി. വാവൂസ് രാവിലെ ചായയൊന്നും കുടിക്കത്തില്ല. ഈവനിങ് മാത്രമേ വാവൂസ് ചായ കുടിക്കത്തുള്ളൂ. അപ്പം ഞാൻ കുടിക്കും, അമ്മ കുടിക്കും, പിന്നെ അച്ഛൻ കുടിക്കത്തില്ല കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ചായയെല്ലാം ഉണ്ടാക്കി. അമ്മ പുറത്തിങ്ങനെ ബ്രഷെല്ലാം ചെയ്തിട്ട് അമ്മ പുറത്തിങ്ങനെ ഇരിക്കുക. ഞാൻ അപ്പോഴത്തേക്ക് ചായയെല്ലാം വെച്ച് നല്ല ചൂട് കിട്ടും. പാലക്കാട് ചുട്ട് വെള്ളുന്ന വെയിലെന്ന് വെച്ചാൽ നല്ല ചുട്ട് വെള്ളുന്ന വെയിലാണ്. അപ്പം 2 ദിവസം മഴയൊക്കെ പെയ്തപ്പോൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ. വീണ്ടും ചൂടൊക്കെ ഇങ്ങനെ തുടങ്ങി. പിന്നെ മഴയൊക്കെ വരുന്ന പോലെ ഉണ്ടായിരുന്നു, പക്ഷെ മഴ പെയ്തില്ല കേട്ടോ. പിന്നെ അങ്ങനെ എൻ്റെ തലയിൽ ആകെപ്പാടെ എന്താ പറയുക, ഷാമ്പൊക്കെ ഇട്ട് ഈ എണ്ണയൊന്നും ഇല്ല കേട്ടോ. മുടി ആകെപ്പാടെ എണ്ണ പോലെ ഇങ്ങനെ ചിക്കി വിളിച്ചാൽ ഇങ്ങനെ കിടക്കുക. എണ്ണ തേക്കാതെ ഷാമ്പിട്ട് പുറത്ത് വേണമെങ്കിൽ എണ്ണ തേക്കാൻ ഇഷ്ടമല്ല. ഷാമ്പിട്ടിട്ട് പോകാനാണ് ഒത്തിരി ഇഷ്ടമുണ്ടാവും. കണ്ട മുടിയുണ്ട് എന്നാ കോലത്തിലാണ് കിടക്കുന്നത്. അപ്പം പുറത്ത് പോകാത്ത ആ ദിവസങ്ങളിലൊക്കെ എണ്ണ തേക്കുന്നുണ്ടോ. ഒത്തിരി വെളിച്ചെണ്ണ തേക്കാറുണ്ട് കേട്ടോ. എണ്ണയൊക്കെ തേച്ച് ഒക്കെ കുളിക്കാറുണ്ട്. ഇനി പുറത്ത് പോകുമ്പോൾ ഷാമ്പ് എന്നായാലും ഷാമ്പ് തേച്ചിട്ടേ പോകത്തുള്ളൂ. എണ്ണ തേക്കുന്നത് ഇഷ്ടമല്ല. ഇപ്പമല്ല, കൊച്ചുനാൾ മുതലേ ഇഷ്ടമല്ല. ഒരുവിധം പ്രായമായപ്പോൾ ശേഷം തൊട്ട് എനിക്ക് മുടിയിൽ എണ്ണ തേക്കുന്നത് ഇഷ്ടമല്ല. എണ്ണ തേക്കുന്നത് ഇഷ്ടമാണ്, പുറത്ത് പോകുമ്പോൾ ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ ആകെപ്പാടെ മുടിയൊക്കെ ഇങ്ങനെ ചെമ്പട്ട കളയും, ഒരു ബ്രൗൺ നിറം പോലെ ആയിട്ട്. വെയിലത്തൊക്കെ നിൽക്കുമ്പോൾ എൻ്റെ മുടി ആകെപ്പാടെ ബ്രൗൺ നിറം പോലെയാവും. അപ്പം വീട്ടിലുള്ള സമയത്ത് ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണ തേക്കാറുണ്ട്. നമ്മൾ നോർമൽ വെളിച്ചെണ്ണയൊക്കെ തേക്കും കേട്ടോ. സ്പെഷ്യലായിട്ട് കാച്ചി എണ്ണയൊന്നും തേക്കുന്നില്ല കേട്ടോ. അതൊക്കെ തേച്ചാൽ പിന്നെ ഇന്നും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ തേക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിലുള്ള വെളിച്ചെണ്ണ തന്നെ തേക്കുന്നത്. നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കാൻ മേടിക്കുന്ന വെളിച്ചെണ്ണ തന്നെ കേട്ടോ. ഫസ്റ്റെല്ലാം പേരച്ചൂട്ട് വെളിച്ചെണ്ണ തേക്കുന്നത്. പിന്നെ കുറേ ഡേയ്സ് കഴിഞ്ഞപ്പോൾ അതും ഇങ്ങ് മേടിക്കാൻ പറ്റാതെയൊക്കെ ആയി. മേടിക്കാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ ആയപ്പോൾ പിന്നെ നമ്മളെ നോർമൽ വെളിച്ചെണ്ണ തന്നെ ഇങ്ങനെ തേക്കാൻ തുടങ്ങി കേട്ടോ. മുടി കൊഴിയുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് മുടിയൊക്കെ കൊഴിയുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊന്നും കൂട്ടാക്കുന്നില്ല. പിന്നെ ഇതൊന്നും തേക്കുന്നില്ല. എന്നാ തേച്ചാലും മുടി വരും പോകും. അപ്പം അതുകൊണ്ട് അതൊന്നും മൈൻഡാക്കുന്നില്ല. എന്നും പോലെ തന്നെ നമ്മുടെ വെളിച്ചെണ്ണ തേക്കും, പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ ഷാമ്പ് തേക്കും, എന്നിട്ട് മേളിലായിട്ട് ഇങ്ങനെ കെട്ടി വെക്കും കേട്ടോ. അതാണ് എന്നും ചെയ്യാറ്. വീട്ടിലെല്ലാവരും ആ വെളിച്ചെണ്ണയൊക്കെ തന്നെ തേക്കുന്നത് കേട്ടോ. മുടി 1 വർഷമൊക്കെ മുടിയൊക്കെ കുറച്ച് വെട്ടിയിട്ട്, മുടി നീളമുണ്ട്, തിക്കില്ലാന്ന് വെച്ചൊക്കെ വെട്ടിയതാണ് കേട്ടോ. അപ്പം മുടി വളരുന്നേ ഉള്ളൂ. അമ്മ അപ്പുറം ഉണ്ട് കേട്ടോ. അമ്മ അപ്പുറം വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്, വോയിസ് ഓവർ കിട്ടുന്നുണ്ട്. പിന്നെ വീഡിയോസ് കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അമ്മ ഒരു പാട്ട് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഡാൻസ് ചെയ്യില്ല. ഡാൻസ് എന്ന് വെച്ചാൽ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഡാൻസ് സ്റ്റെപ്പൊന്നും അറിയത്തില്ല, എന്നാലും പാട്ട് കേട്ടാൽ പിന്നെ കിട്ടിയ സ്റ്റെപ്പൊക്കെ വെച്ച് കളിക്കും കേട്ടോ. അത് എൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള ശീലമാണ്. സ്റ്റെപ്പ് തെറ്റി കളിക്കുന്ന ഒരു ഡാൻസ് എനിക്കുണ്ട് കേട്ടോ. എവിടെ ചെന്നാലും വണ്ടിയിലൊക്കെ ഇങ്ങോട്ടൊക്കെ ട്രിപ്പ് പോകത്തില്ല, സ്കൂളിലൊക്കെ ഇങ്ങ് പോണ സമയത്ത് പാട്ടെന്ന് വെച്ചാൽ ഒത്തിരി ഇഷ്ടമാണ് കളിക്കാൻ കേട്ടോ. അപ്പം അങ്ങനെ ഡാൻസൊക്കെ കളിക്കാറുണ്ട്. ഒത്തിരി എണ്ണ തേച്ചിട്ടോ. ഇനി ഞാൻ 2 ദിവസം ഇനി തലയിൽ ഫുള്ളായിട്ട് ഇങ്ങനെ എണ്ണയാണ്. ഒരു ദിവസം എന്ന് വെച്ചാൽ പിറ്റേ ദിവസം തേക്കത്തില്ല കേട്ടോ. പിന്നെ മുടിയിൽ ഒത്തിരി എണ്ണയുണ്ടാവും. പിന്നെ മേളിലേക്ക് നിങ്ങൾക്ക് എണ്ണയും കെട്ടി വെക്കും കേട്ടോ. പിന്നെ മുടി ഇങ്ങനെ മെടഞ്ഞൊന്നും അധികം ഇടത്തില്ല, അങ്ങ് മേളിലേക്ക് കൊണ്ടുപോയിട്ട് വെക്കുന്ന ശീലം കേട്ടോ. ഇന്ന് ആദ്യം പഠിക്കുന്ന സമയത്തൊക്കെ അമ്മ ഒത്തിരി എണ്ണ തേക്കാറുണ്ട്. തേച്ച് 2 സൈഡൊക്കെ മുടി കെട്ടിത്തരാറുണ്ട്. ഇപ്പോൾ പിന്നെ നമ്മളെ എണ്ണല്ലേ കെട്ടുന്നേ. അപ്പോൾ ഒത്തിരി എണ്ണ തേച്ച് മേളിൽ കെട്ടി വെക്കണ്ടോ. ഇന്നും അത് തന്നെ. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ചോറൊക്കെ വയ്ക്കാൻ പോകണം കേട്ടോ. ചോറൊക്കെ വയ്ക്കാൻ രാവിലെ വെള്ളം വെച്ചതിൻ്റെ അടുപ്പിൽ തീയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ തന്നെ വേറെ വിറകെല്ലാം വെച്ചിട്ട് ഒന്നുകൂടെ പുകച്ചുകൊണ്ടിരിക്കുക. ഈ അടുപ്പെല്ലാം കേട് വന്ന് കിടന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ സിമെൻ്റൊക്കെ ഇട്ട് നേരാക്കിയതാണ് കേട്ടോ. കണ്ടോ, ഇവിടെ കെന്ന പോലെ കിടന്നതാണ്. അപ്പോൾ കുറച്ച് സിമെൻ്റ് എംസാൻ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് ഇങ്ങനെ റെഡിയാക്കിയതാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ അടുപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് കാണാൻ.
വെള്ളം തൊട്ടിങ്ങ് തുടയ്ക്കാനൊക്കെ പറ്റും. ഫസ്റ്റ് ഒന്നും തുടയ്ക്കാനൊന്നും പറ്റത്തില്ല, കേട് വന്നിട്ട് തേച്ചിട്ടൊന്നുമില്ല, ചുമ്മാ അങ്ങനെ കെട്ടിയിട്ടല്ലേ. ഇപ്പം സെറ്റായിട്ടോ. അപ്പോൾ അടുപ്പിൽ നല്ല പുക വരുന്നുണ്ട്. രാവിലെ അമ്മയ്ക്ക് വെള്ളം വെച്ചതിൻ്റെ തീയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലിങ്ങ് വിറകൊക്കെ വെച്ച് വീണ്ടും ചോറ് വെക്കണം കേട്ടോ. രാവിലെയൊക്കെ കഞ്ഞിയൊക്കെ വെച്ച്, രാവിലെ കഞ്ഞി, ഉച്ചയ്ക്ക് ചോറൊക്കെയാണ് ഇപ്പോൾ വെക്കുന്നത്. വെയിലൊക്കെ ആയതുകൊണ്ട് പിന്നെ പലഹാരം ഉണ്ടാക്കുന്നില്ല, രാവിലെ പലഹാരം ഉണ്ടാക്കുന്നതൊക്കെ ഇങ്ങ് കുറച്ചു. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് തീ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ തീ കത്താറായിട്ടോ. പുകഞ്ഞ് ഞാൻ മറ്റേ ആ കുഴലുകൊണ്ട് ഊതി ഇങ്ങ് തീ ഇങ്ങ് കത്തിച്ച് പിടിപ്പിച്ചിട്ടോ. രാവിലെ അച്ഛൻ കത്തിച്ചോണ്ട് പോയ തീയാണ് കേട്ടോ. അതിൻ്റെ ഇതുണ്ടായപ്പോൾ ഞാൻ ഇങ്ങനെ കത്തിച്ച് വിട്ടുട്ടോ. വേഗം വേവുന്ന അരിയാണ് കേട്ടോ, റേഷൻ കടയിൽ നിന്ന് മേടിച്ച അരിയാണ് കേട്ടോ. അരി കഴിയാറായി. പിന്നെ നല്ല വേവുള്ള അരിയാണ്. വേവുള്ള അരി മീൻസ് ഒരു 1.5 മണിക്കൂറൊക്കെ വേവിക്കണം, എന്നാലേ ചോറാവത്തുള്ളൂ കേട്ടോ. ഇപ്പം വെക്കാൻ പോകുന്നത് വേഗം വേകുന്ന അരിയാണ് കേട്ടോ. പിന്നെ നല്ല വിറകൊക്കെയാണ്, പുളിയുടെ വിറകാണ്, നല്ലോണം ഇങ്ങ് കത്തും. മട്ടയുടെ വിറകൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇങ്ങ് പോകും. ഇത് പുളിൻ്റെ വിറകായതുകൊണ്ട് നല്ലോണം കത്തും കേട്ടോ. രാവിലെ പിന്നെ കറിയൊന്നുമില്ല, ചമ്മന്തിയൊക്കെ എന്നാച്ചൊക്കെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കണം. വീഡിയോസ് ഇടാത്തത് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് വീഡിയോസ് എനിക്ക് ഇടണം നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ ഇടാൻ പറ്റാത്ത സിറ്റുവേഷൻ കേട്ടോ. അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാതാവും, ഹോസ്പിറ്റലിലേക്കൊക്കെ പോവും, അതൊക്കെ ആയതുകൊണ്ട് ഇടാൻ പറ്റാതെ കേട്ടോ. എന്നിട്ട് നമ്മുടെ തൊട്ട് ബാക്കിലുള്ള മാവിൻ തോട്ടവും അതുപോലെ തന്നെ തെങ്ങിൻ തോട്ടമൊക്കെ മിക്സ്ഡ് തോട്ടമാണെന്ന് പറഞ്ഞില്ലേ, കണ്ടോ. അതിൽ മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടോ, മാങ്ങ കാണുന്നുണ്ടോ. ഈ മാങ്ങയുടെ പേര് പങ്ങനപ്പള്ളി എന്നാണ് കേട്ടോ. നല്ല മധുരമുള്ള മാങ്ങ. മധുരം എന്ന് വെച്ചാൽ ചെറിയതായിട്ട് പുളിപ്പുണ്ടാകത്തുള്ളൂ, പക്ഷെ മധുരമുണ്ട്. ഈ മാങ്ങ ഒന്ന് മഞ്ഞ നിറച്ച് എരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് അരി ഇടാണ് കേട്ടോ. രാവിലേക്കുള്ള കഞ്ഞി വെക്കാൻ പോകുന്നത്. കഞ്ഞി മീൻസ് ഇപ്പോൾ കഞ്ഞി ആക്കുന്നില്ല, ചോറ് വാർത്തിട്ട് ഞങ്ങൾ വെള്ളം വെച്ചിട്ടാണ് കഴിക്കുന്നത്. ചിലപ്പോൾ കഞ്ഞിയൊക്കെ ആക്കി വെച്ചാൽ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ബാലൻസ് ആകുമ്പോൾ പിന്നെ അത് വാർക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചോറ് വെച്ച് വാർത്തിട്ടാണ് അതാണ് എടുക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ അരിയൊക്കെ ഇടാൻ പോകണം കേട്ടോ. കുറച്ച് അച്ഛന് കഴിക്കാൻ ഇന്നലത്തെ വെള്ളച്ചോറുണ്ട് കേട്ടോ, ഇന്നലെ നൈറ്റ് ഉണ്ടാക്കിയ ചോറൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് രാത്രിത്തെ ചോറ് അച്ഛനുള്ളതുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് മാത്രം, എനിക്കും അമ്മക്കും ആവശ്യത്തിന് മാത്രമായിട്ടായി ചോറ് വയ്ക്കുന്നത്. ഒരു ക്ലാസ്സിലും പിന്നെയും കുറച്ച് കുറവായിട്ട് ഇട്ടേക്കുന്നുണ്ട്. അത് രാവിലേക്ക് മാത്രമാണ്. പിന്നെ ഉച്ചക്കലത്തേക്ക് വേറെ ചോറ് ഇങ്ങനെ വെക്കും കേട്ടോ. ഇത് വേഗം വേഗം അരിയാണ് കേട്ടോ. വേഗം വേഗം അരി തീരാറായി. ഇനി അത് കഴിഞ്ഞാൽ കുറച്ച് വേവുള്ള അരിയാണ്. ഇതൊക്കെ പെട്ടെന്ന് 1/2 മണിക്കൂർ കൊണ്ട് ചോറാവും. വേറെ അരിയൊക്കെ ആണെങ്കിൽ എങ്ങനെ 1.5 മണിക്കൂറൊക്കെ ആവും, എന്നാലേ ചോറാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പച്ചവെള്ളത്തിൽ എപ്പോഴും 2 ട്രിപ്പ് കഴുകി പിന്നെ ഒരു തവണ ചൂടുവെള്ളത്തിലും കഴുകും കേട്ടോ. ഇന്നും അങ്ങനെ ഉണ്ടാവും ഈ അരി കഴുകാറ്. കാരണം റേഷൻ അരി ആയതുകൊണ്ട് കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ടാവും, പക്ഷെ നല്ല ടേസ്റ്റുള്ള അരിയാണ് കേട്ടോ. റേഷൻ അരിയാണ് ഇവിടെ കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം, അതുകൊണ്ട് വേറെ അരിയൊന്നും അധികം മേടിക്കത്തില്ല. മേടിക്കണമെങ്കിൽ റേഷൻ അരി കിട്ടുന്ന അത് മാത്രമേ മേടിക്കത്തുള്ളൂ. ഈ വലിയ അരി അമ്മയ്ക്കൊന്നും കഴിക്കാൻ വയ്യ. ഞങ്ങൾക്ക് ആരൊക്കെ ഈ അരി റേഷൻ അരി ഒത്തിരി ഇഷ്ടമുണ്ടോ. അപ്പം അങ്ങനെ നമ്മൾ ചോറിനൊക്കെ വെച്ച് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള ഇങ്ങൊക്കെ അല്ലേ. അടുക്കള ഒരു ജോലിയൊന്നും ചെയ്തിട്ടില്ല. രാവിലെ നേരത്തെ എണീച്ചെന്നേ ഉള്ളൂ. മുറ്റമൊക്കെ അടിച്ച് വിടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മുറ്റമെല്ലാം അടിച്ചിട്ട് കുറേ ബാക്ക് സൈഡൊക്കെ അടിച്ച് വിടാനുണ്ട്, അതെല്ലാം അടിച്ചിട്ടുണ്ട്. പിന്നെ പാത്രം കഴുകാനായിട്ടും പാത്രം കഴുകി വെച്ചില്ല കേട്ടോ. അപ്പോൾ പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ചോറിന് വെള്ളം വെച്ച് അരിയൊക്കെ ഇട്ട ശേഷമാണ് പാത്രമൊക്കെ കഴുകാൻ പോകുന്നത് കേട്ടോ. അതൊക്കെ കൊണ്ട് നമ്മുടെ കോഴിക്കുട്ടന്മാരിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ കോഴിയാണ് കേട്ടോ. 5 കോഴിയുണ്ട് കേട്ടോ, ഒരുപാടൊന്നും ഇല്ല കേട്ടോ. അതിന് പാത്രമെല്ലാം കൊണ്ട് പെറുക്കി ഇട്ടതിന് ശേഷം ചോറ് എന്താണെന്ന് വീണ്ടും നോക്കിയിട്ടോ. വേഗം വേവുള്ള അരിയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കണം, ഇല്ലെങ്കിൽ വെന്ത് പോവും. അമ്മ പറയാറുണ്ട് ഇങ്ങനെ ചോറ് നോക്കാതിരുന്ന പിന്നെ അതിൽ വെള്ളം ഇടേണ്ടി പായസം ആക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ചോറൊക്കെ റെഡി ആവാറായിട്ടോ. നല്ല വേഗം വേഗം അരിയാണ് കേട്ടോ. ഇപ്പം ഇത്തിരി നേരത്തിനുള്ളിൽ ചോറാവും കേട്ടോ. ഒരുപാട് തീയൊന്നും കത്തേണ്ട ആവശ്യമില്ല. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ചോറ് പെട്ടെന്ന് വേഗം. നമ്മുടെ ഈ അരി ആയതുകൊണ്ട് വേറെ വയ്ക്കാൻ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ചോറൊക്കെ വാർത്ത് കഴിഞ്ഞോട്ടോ. ചോറ് വാർത്തിട്ട് അമ്മയ്ക്ക് വെള്ളം വെച്ചിട്ട്, അമ്മയ്ക്ക് ചൂടുവെള്ളമില്ലാതെ പറ്റത്തില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാലികനൊക്കെ വെള്ളം വേണം. അപ്പോൾ വെച്ചിട്ടോ. അപ്പോൾ നമ്മുടെ വാവൂസുണ്ട്. ഇത് നമ്മുടെ സിസിൻ്റെ മോനാണ് കേട്ടോ. വാവൂസിൻ്റെ ഒപ്പം കളിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ് കേട്ടോ. വാവൂസിൻ്റെ ഒപ്പം കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചെറിയൊരു വീഡിയോ കുട്ടീനെയും കൂടി ഇങ്ങനെ ചേർത്തതാണ് കേട്ടോ. ചെറിയച്ഛൻ്റെ മുകളിൽ കുട്ടിയുണ്ട്. അപ്പോൾ നമ്മുടെ ചോറൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ടോ. രാവിലത്തേക്കുള്ള ചോറാണ് കേട്ടോ. ഇതാ വാവൂസിന് ഇങ്ങനെ സമയം ആവുന്നേ ഉള്ളൂ. വേഗം അറിയാതുകൊണ്ട് രാവിലെ അച്ഛൻ ചൂടുവെള്ളം വയ്ക്കും. അച്ഛൻ വെച്ച് ചൂടുവെള്ളം ആയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ ചോറ് വയ്ക്കും. ഇനി ചോറെല്ലാം ചിലപ്പോൾ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ചോറ് കഴിക്കത്തുള്ളൂ. ഇന്ന് ചോറ് കഴിച്ചിട്ട് ഇനി കുളിക്കത്തുള്ളൂ.
അപ്പോൾ ചോറ് ഞങ്ങൾക്ക് 3 പേർക്ക് ഇങ്ങ് ആക്കാണ് കേട്ടോ. അമ്മയ്ക്ക് മരുന്നെല്ലാം കഴിക്കുന്നതുകൊണ്ട് അമ്മയും നേരത്തെ കഴിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും പിന്നെ കഴിക്കാൻ കൂട്ടാക്കത്തില്ല. 10:30 കഴിഞ്ഞിട്ടേ അധികം കഴിക്കത്തുള്ളൂ. അപ്പോൾ അമ്മ എന്നെ വഴക്ക് പറഞ്ഞിട്ട് എനിക്കും കൂടി ഇങ്ങ് ചോറ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 പാത്രം കൂടി എടുത്ത് വെക്കുന്നുണ്ട്. രാവിലെ കറിയൊന്നും വെച്ചില്ല കേട്ടോ, അച്ചാറൊക്കെയാണ്. ഉപ്പിലിട്ട മാങ്ങ അച്ചാർ, പിന്നെ മുളക്, അങ്ങനത്തെ സംഭവമൊക്കെയാണ് രാവിലത്തെ സ്പെഷ്യൽ കേട്ടോ. പിന്നെ കുറച്ച് തൈര് ഉണ്ട് കേട്ടോ. തൈര് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, നല്ല ചൂടല്ല, അപ്പോൾ ചൂടായതുകൊണ്ട് ഇപ്പോൾ തൈരൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അച്ഛൻ പാല് മേടിച്ചിട്ടുമ്പോൾ ഇച്ചിരി കൂടുതൽ മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് തൈരും ആയല്ലോ. അപ്പോൾ ഞങ്ങളിതാ തൈര് 3 പേർക്കും തൈര് ഒഴിച്ചിട്ടോ. അവർക്കൊക്കെ ഇച്ചിരി വെള്ളം ഒഴിക്കും, ഞാൻ ചിലപ്പോൾ വെള്ളം ഒഴിക്കത്തില്ല കേട്ടോ. തൈര് ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ മിക്സാക്കി കഴിക്കട്ടെ, എനിക്ക് ഒത്തിരി ഇഷ്ടം കേട്ടോ. പിന്നെ ഉപ്പിലിട്ട മാങ്ങ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതും അച്ഛൻ കൊണ്ടുവന്ന് വാങ്ങിയ, അപ്പോൾ പിന്നെ അതും കൂടി ഇങ്ങനെ ഇടാമെന്ന് വെച്ചു. ഇപ്പോൾ നമ്മുടെ മുതലമടിയിൽ മാങ്ങ സീസൺ ആയിട്ടോ. ഒത്തിരി മാങ്ങാന്ന് വെച്ചാൽ മാങ്ങയൊക്കെ ഉണ്ട്, എന്നാലും അച്ഛൻ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ മാങ്ങ കിട്ടുമ്പോൾ കൊണ്ടുവരും. അപ്പോൾ അതെല്ലാം നമ്മൾ ഉപ്പിലൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ മുളക് മാങ്ങ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മുളക് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ, രാവിലത്തെ സ്പെഷ്യൽ. പിന്നെ ഉച്ചയ്ക്കലേക്കേ കറി ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ. അപ്പോഴാണ് രാവിലത്തെ കൊച്ചു വീഡിയോ എങ്ങനെ എടുത്തത് കേട്ടോ. അതാ ഇത് മുളക് മാങ്ങ നൈറ്റ് ഇട്ടതുണ്ട്, ഇത് അച്ഛൻ കീറിയിട്ടത്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. മധുരമുള്ള മാങ്ങയായതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ഇതൊരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ മാക്സിമം വീഡിയോ ഇടാൻ നോക്കട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് എന്നായാലും വേണം കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് എന്നായാലും ചെയ്യണേ. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബും ചെയ്യണേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു സോ മച്ച്.